ചെണ്ടമേളങ്ങളുടെയും കൊമ്പുകുഴൽ വായ്ത്താരികളുടെയും നാദവിന്യാസവും ഗജവീരന്മാരുടെ കുടമണി കിലുക്കവും ചെങ്ങല കിലുക്കങ്ങളും നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അതെ, ഏറനാടിന്റെ പഴനി എന്ന് വിശേഷിപ്പിക്കുന്ന കരിക്കാട് ശ്രീ സുബ്രഹ്മണ്യ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്സവം കൊടിയേറുകയായി. ഇത് കരിക്കാട് ചരിത്രത്തിൽ പരശുരാമനാൽ സ്ഥാപിതം എന്ന് കൽപ്പിക്കുന്ന 64 ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന നാട്. ചേരപാണ്ഡ്യ കേരളീയ ക്ഷേത്രവാസ്തു കലകളാൽ അലങ്കൃതമായ പുണ്യഭൂമിക. സുരലോക സൈന്യാധിപൻ ഷഠാനകുങ്കുമ രക്തവർണ്ണൻ ശ്രീ സുബ്രഹ്മണ്യസ്വാമി തെക്കും തേവരായും വിശ്വവിശ്വങ്കരൻ പഴനിമല ബാലമുരുകൻ വടക്കും തേവരായും അവർക്കഭിമുഖമായി മഹാദേവ മോഹിനി സുതൻ ശ്രീ മണികണ്ഠൻ ശ്രീ ധർമ്മശാസ്ത്ര പ്രതിഷ്ഠയിൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് വാണരുളുന്ന പുണ്യഭൂമിക. പൂരം പൊലിപ്പിക്കാൻ നെടുനായകത്വം വഹിക്കാൻ വരുന്നു സഹ്യന്റെ മക്കൾ. കാടും നാടും വിറപ്പിച്ച ഗജകേസരികൾ. ഗജരാജ സൗമ്യശ്രേഷ്ഠൻ പാണഞ്ചേരി മഹേശ്വരൻ, യുവരാജ കളഭസൂര്യൻ, ഓലയംപാടി ഭദ്രൻ, അലങ്കാര ഭംഗി കൊണ്ടും ഗജപ്രേമികളുടെ പ്രിയങ്കരനായ നന്ദിലത്ത് ഗോവിന്ദക്കണ്ണൻ. ഉത്സവത്തിന്റെ ഒന്നാം നാൾ ഫെബ്രുവരി 4 വൈകിട്ട് 4:30 ഭക്തജനങ്ങൾ കാവിലമ്പലം പരിസരത്തു നിന്നും ആരംഭിക്കുന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്ര. തുടർന്ന് വൈകിട്ട് സമകാലീന സമൂഹത്തിലെ സാംസ്കാരിക നായകർ പങ്കെടുക്കുന്ന സമ്മേളനം. ഞാൻ ഈ വിശ്വാസത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴൊക്കെ ഒരുപാട് മാറിപ്പോയി. നമ്മളെയൊക്കെ ആരാണ് മാറ്റുന്നത്, എങ്ങനെയാണ് നമ്മൾ മാറിപ്പോകുന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല, അല്ലേ? ഇന്ന് ചില ആഘോഷങ്ങൾ ചിലർക്കേ പാടുള്ളൂ. അപ്പോ ഇവിടെ വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കൊരു റിജക്ഷൻ ഉണ്ടായിരുന്നത്. അതിനുശേഷം 7 മണിയോടുകൂടി 3 ധ്വജസ്തംഭങ്ങളിലായി 3 ദേവന്മാരുടെയും ഉത്സവം കൊടിയേറി. തുളസീതളം മാതൃസമിതിയുടെ മെഗാ തിരുവാതിരക്കളിയും അരങ്ങേറുകയുണ്ടായി. ശേഷം കേരളത്തിന്റെ മുഖമുദ്രയായ കരിക്കാടിന്റെ ആചാര്യൻ കലാമണ്ഡലം മനോജ് അവതരിപ്പിക്കുന്ന കഥകളിയും അരങ്ങേറി. ശേഷം കലാകേരളത്തിന്റെ മുഖമുദ്രയായ കഥകളിയുടെ കരിക്കാടിന്റെ ആചാര്യൻ കലാമണ്ഡലം മനോജ് അവറുകൾ അവതരിപ്പിക്കുന്ന കഥകളി അരങ്ങ്. തുടർന്ന് ഉത്സവത്തിന്റെ 2ാം നാൾ രാവിലെ 7 മണിക്ക് വടക്കും തേവർക്ക് വിശിഷ്യ ഉത്സവ ബലിയും വൈകിട്ട് 6 മണിക്ക് ഭാരത കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നാട്യവീക്ഷണം, 8 മണിക്ക് ഗംഭീര തായംവകയും. ശേഷം ഉത്സവരാവിൽ കേരളത്തിന്റെ കലാസാംസ്കാരിക മണ്ഡലങ്ങളിൽ പൊൻതൂവൽ ചാർത്തിയ കരിക്കാട് കലാസമിതി അവതരിപ്പിക്കുന്ന വിവിധയിനം കലാപരിപാടികൾ. ഉത്സവത്തിന്റെ 3ാം നാൾ ഫെബ്രുവരി 6 7 മണിക്ക് ശ്രീ ധർമ്മശാസ്താവ് വിശിഷ്യ ഉത്സവ ബലിയും വൈകിട്ട് 6:30 അങ്ങാടിപ്പുറം വേണുഗോപാൽ അവതരിപ്പിക്കുന്ന സോപാന സംഗീതവും. തുടർന്ന് 8 മണിക്ക് തായംവകയും 8:40 ഏറനാടിന്റെ കലാസാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായ രാധിക നൃത്തകലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ. ഉത്സവത്തിന്റെ 4ാം നാൾ രാത്രി 8:30 തൃശൂർ മെലഡി ഓർക്കസ്ട്രയുടെ സംഗീത സന്ധ്യയും. തുടർന്ന് 5ാം ദിവസം വൈകിട്ട് 8:30 ഹൈമ ഡാൻസ് അക്കാദമി അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ. ഉത്സവത്തിന്റെ 6ാം നാൾ കണ്ണു തുറക്കുന്നത് വലിയ വിളക്കിന്റെ ആഘോഷ തിമിർപ്പിലേക്കാണ്. രാവിലെ 7 മണിക്ക് തെക്കും തേവർക്കുള്ള ഉത്സവ ബലിയും. തുടർന്ന് നിരവധി ആഘോഷങ്ങൾക്കു ശേഷം 6:30 കൂത്തരങ്ങിലെ നിറസാന്നിധ്യമായ ഡോക്ടർ സഞ്ജു പാലിശ്ശേരി അവതരിപ്പിക്കുന്ന ചാക്യാർ കൂത്തും. 8 മണിക്ക് തായംപകയും. 9 മണിക്ക് ഭജന സദസ്സും. ശേഷം 10 മണിക്ക് ഇരുവേറ്റി കലാസമിതി അവതരിപ്പിക്കുന്ന നാടകം പൊട്ടിച്ചൂട്ട്. ഉത്സവത്തിന്റെ 7ാം നാൾ ഗ്രാമം മിഴി തുറക്കുന്നത് ഗ്രാമോത്സവത്തിന്റെ വർണ്ണ പകിട്ടിലേക്കാണ്. 2 മണിയോടുകൂടി ഗജവീരന്മാരുടെയും തെയ്യം തിറ ശിങ്കാരിമേള കലാകാരന്മാരുടെയും അകമ്പടിയോടുകൂടി തച്ചൂർ അമ്പല പരിസരത്തു നിന്നും ആരംഭിച്ച് ഈ ഗ്രാമവീഥികളെ പുളകം കൊള്ളിച്ചുകൊണ്ട് ജനസഹസ്രങ്ങളിൽ അനുഗ്രഹ വർഷങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ദേവന്മാർ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുകയായി. പിന്നീട് വൈകിട്ട് 7 ദേവന്മാർക്കുള്ള പള്ളിവേട്ടയ്ക്ക് സമയമായി. ശേഷം അസുരവാദ്യ കലയിലെ മുടിചൂടാമന്നൻ കരിക്കാടിന്റെ പുത്രൻ ശ്രീ
മഞ്ചേരി ഹരിദാസും 60ഓളം കലാകാരന്മാരും അണിനിരക്കുന്ന ഗംഭീര പാണ്ടിമേളം. തുടർന്ന് പൂയം നക്ഷത്രം പുണ്യമുഹൂർത്തത്തിലെത്തുമ്പോൾ 3 ദേവന്മാർക്കും ആറാട്ടായി ഉത്സവത്തിന്റെ കൊടിയിറങ്ങി ദേവന്മാരുടെ ത്രിപ്രസാദമായ ഗംഭീര സദ്യയും കഴിച്ച് ഈ ഉത്സവത്തിന്റെ അനുഗ്രഹാശിസുകൾ ഏറ്റുവാങ്ങാൻ ഏവരെയും സഹർഷം ക്ഷണിക്കുന്നു.